ഹലോ. ഇന്നലെ ഞായറാഴ്ച വൈകിട്ടത്തെയും ഇന്ന് രാവിലത്തെയും ബ്രേക്ക്ഫാസ്റ്റുമാണ് കാണിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. ഉച്ചയ്ക്ക് ചിക്കൻ ലെഗ് ഡ്രം സ്റ്റിക്ക് വാങ്ങിച്ചെങ്കിലും അത് കറി വെക്കാനായിട്ട് അന്നേരം സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിത് വൈകിട്ട് നമ്മുടെ എലൈറ്റിൻ്റെ പാലപ്പം മിക്സ് കൊണ്ട് അപ്പം ഉണ്ടാക്കി. നല്ല അപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഏകദേശം ഞാൻ സാധാരണ പൊടിയും തേങ്ങായും ഒക്കെ ചേർത്താണ് ഞാൻ പാലപ്പം ഉണ്ടാക്കാറ്. ഇത് പക്ഷേ കൊള്ളാം, നല്ല സൂപ്പർ അപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പാല് ചേർത്ത്, പശുവിൻ പാല് ചേർത്ത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്താണ് ഉണ്ടാക്കിയത്. ഇന്ന് ഇത് ചേർത്താണ്. ഇത് പാലപ്പവും ചിക്കൻ ലെഗിൻ്റെ കറി, നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം. എന്തൊക്കെ അന്ന് ചപ്പാത്തിയില്ല, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഈ പാലപ്പം മിക്സ് കണ്ടപ്പോൾ അത് ഉണ്ടാക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചു. ഒരു 4 മണിക്ക് 4:15 ആയപ്പോഴിത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒരു 6, 6:45, 2-3 മണിക്കൂർ എടുത്തില്ല. അതിന് മുമ്പ് നല്ലതുപോലെ പൊങ്ങി. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അല്പം തേങ്ങയൊക്കെ അരച്ച് ചേർത്തുണ്ടാക്കുന്ന പാലപ്പമാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ്. ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. പശുവിൻ പാല് ചേർത്താണ്, ബാക്കിയെല്ലാം വേറെ ഒന്നും ചേർത്തില്ല. എൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രം മിക്സിയിലൊന്ന് അരച്ച് അതുപോലെ വെച്ചു. കറക്റ്റായിട്ട് ഇച്ചിരി ഉപ്പും പഞ്ചസാരയും മാത്രം ചേർത്ത് അരച്ച് വെച്ചതാണ്. കുഴപ്പമില്ല, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണമാണ്. നല്ല സോഫ്റ്റ് പാലപ്പമാണ്. ചിക്കൻ്റെ ലെഗ് പീസും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ലായിരുന്നു. കഴുകി ക്ലീനാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത വെള്ളത്തിൽ കഴുകി ക്ലീനാക്കിയിട്ട് സാധാരണ ചിക്കൻ കഴിക്കുന്നത്. അതിന് കൂടുതൽ സവാളയും കൂടുതൽ തക്കാളിയും ചേർത്ത് നല്ല അധികം വലിയ നല്ല എരിവുണ്ട്. നല്ല കൊഴുത്ത ഗ്രേവി കിട്ടാനുണ്ട്. ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി പൊടികളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. നോക്കാം, കഴിക്കാം. ഇപ്പം കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ് പാലപ്പവും ചിക്കൻ കറിയും കൂടെ എല്ലാവർക്കും. ഇന്ന് തിങ്കളാഴ്ച രാവിലെ അരിപ്പുട്ടും ചെറുപയർ പുഴുങ്ങിയതും പഴവും കൂടാണ്. വേണ്ടിയവർക്ക് ചെറുപയർ എടുക്കാം, അല്ലാത്ത